കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് പോയി. ആ ഇന്റർവ്യൂവിന് പോയ ബേസ് വെച്ചാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, ചിലപ്പോൾ ഇതൊക്കെ. ഞാൻ ആദ്യത്തെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതിന്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത്. അതായത് എല്ലാരും പറയുന്നത് നമുക്ക് ഈ ടെക്നിക്കലി തിയറിനേക്കാൾ കൂടുതൽ ഡെവലപ്മെന്റ് നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനാണ് നോക്കേണ്ടത്. ഒരു പേഴ്സന്റെ സത്യമാണ്. പക്ഷെ ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ഒരു ഫസ്റ്റ് സെക്കൻഡ് ആയി ഒരു ഇതിൽ ഞാൻ നോക്കുന്ന സമയത്ത് മനസ്സിലായെന്ന് വെച്ചാൽ നമുക്ക് നോക്കുന്ന ഈ HR അതേപോലെ HR നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ മിക്കവാറും എടുക്കുക. അവർക്ക് എന്ത്, ഞാൻ പലരും പറയുന്നതും ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. വെച്ചാൽ അവർക്ക് ടെക്നിക്കലി ചിലപ്പോൾ എന്ത് ഇതിനെക്കുറിച്ച് വലിയൊരു നോളജ് ഉണ്ടാകത്തില്ല. എനിക്ക് ജസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയണ്ടാവും, പക്ഷെ എന്ത് ടെക്നിക്കലി അവരെ HR കാര്യങ്ങളല്ലല്ലോ ചെയ്യുക. അതുകൊണ്ടുണ്ടാവില്ല. എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, പുള്ളി എന്ത് ചെയ്തു വെച്ചാൽ എന്റെ CV എന്ത് ചെയ്തു ഇതിനകത്തേക്ക് ഇട്ടു, അതായത് GPT-ന്റെ അകത്തേക്ക് ഇട്ടു കൊടുത്തു. കേട്ടോ, മെയിൻ ആയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചത് എന്റെ പ്രൊജക്ട് ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിന്റെ അകത്ത് ചോദിച്ച ഒരു കാര്യം, ഞാൻ മെയിൻ ആയിട്ട് എന്താ സ്റ്റേറ്റ് മാനേജ്മെന്റ് എങ്ങനെയാ ചെയ്തത്, സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്താണ്, സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്താണ് ചെയ്തത്, എങ്ങനെയാണ്, എന്താണ് യൂസ് ചെയ്തത്, അപ്പൊ എന്ത് ഓരോരോ ടൂൾസ് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു പ്രൊവൈഡർ പഠിച്ചിട്ടുണ്ട്, ഗെറ്റെക്സ്, ബ്ലൂസ് ഞാൻ പ്രൊവൈഡർ വെച്ചാ ചെയ്തത്. എന്താ അത് പഠിച്ച മറ്റേത് നോക്കണ്ടേ നോക്കണം. കാരണം വെച്ചാൽ ഒരു GPT ലെവലോ സാധനം വെച്ചാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയാലോ എന്താണ് സ്റ്റേറ്റ്. അപ്പൊ പ്രൊവൈഡർ യൂസ് ചെയ്ത് എന്ന് പറഞ്ഞ സമയത്ത് അവര് ചോദിച്ചാണ് എന്താണ് കോണ്ടെക്സ്റ്റിലോട്ട് വാച്ച്, എന്താണ് കോണ്ടെക്സ്റ്റിലോട്ട് റീഡ്, അതേപോലെ എന്താണ് കൺസ്യൂമേഴ്സ് യൂസ് ചെയ്യാനുള്ള കാരണങ്ങള്. അതെന്നുവെച്ചാൽ GPT നമുക്ക് കറക്റ്റ് മനസ്സിലാവും എങ്ങനെയാണ് വെച്ചാൽ ഈ GPT-ന്റെ അകത്ത് എങ്ങനെയാണ് വരിക എന്നുള്ളതല്ലോ. ഏതാ ഓൾമോസ്റ്റ് ഒരു ഓർഡർ ഉണ്ടല്ലോ, അതേപോലെ ചോദിച്ചു. അതേപോലെ തന്നെ എന്താണ് APK, എന്താണ് എന്നൊക്കെയുള്ളത്. അതേപോലത്തെ ഫസ്റ്റ് അവര് ചോദിച്ചു, എനിക്ക് ഭയങ്കര ഇതായിട്ട് ഫസ്റ്റ് വന്നേമ്പടി എന്നോട് ചോദിച്ചാണ് ഓക്കെ പ്രൊജക്ടിനെ കുറിച്ച് ചോദിച്ച സമയത്താണ് അത് എത്ര GB എത്ര MB ഫയൽ ഉണ്ട്. ഓൾമോസ്റ്റ് എന്റെ 21 MB ആകെ ഉള്ളു പറഞ്ഞേക്കാം. ആകെ 21 MB എന്റെ പ്രൊജക്ട് ഉള്ളു. അതെന്താ അത്ര ആക്കി, അത് ഇനി കുറച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാനൊന്ന് അക്കാര്യത്തിലൊക്കെ ഞാനിങ്ങനെ കുറയ്ക്കാനോ എന്നൊക്കെയുള്ള രീതി ഞാൻ അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു കൺവിൻസിങ് നമുക്ക് പറഞ്ഞ് ഇതാക്കാനുള്ള കഴിവുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ റൗണ്ടൊക്കെ സുഖമായിട്ട് പാസ്സാവാം. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സ്കില്ല് വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതാക്കുക. വെച്ചാൽ പ്രൊജക്ടുകൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രാക്ടിക്കലി ചോദിക്കുന്നില്ല, ടെക്നിക്കൽ റൗണ്ട് ചോദിക്കുന്നില്ല, ജസ്റ്റ് തിയറി മാത്രം വെച്ചാൽ നിങ്ങൾ എന്താ വെച്ചാൽ പ്രോപ്പർലി തിയറി പഠിച്ചേക്കുക. നിങ്ങളൊരു CV-ന്റെ അകത്ത് നിങ്ങളെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് ചോദിക്കാൻ പറ്റുന്ന അത്രയും തിയറികൾ അവരെന്തായാലും നിങ്ങളോട് ചോദിക്കും. കാരണം GPT-നോട് ഇങ്ങനെയാണ് GPT-നകത്ത് കറക്റ്റ് ഓർഡർ വൈസ് ആയിട്ട് വരും. ആ സാധനം നിങ്ങൾ പ്രോപ്പർലി തിയറി പഠിക്കുക വെച്ചാൽ ഇന്റർവ്യൂ നമ്മളെ കയ്യിലായിരിക്കും. പക്ഷെ എനിക്കത് അബദ്ധം പറ്റിപ്പോയി. പിന്നെ എന്നെ വരെ എടുക്കാൻ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇപ്പൊ